റഷ്യ യുക്രൈൻ യുദ്ധം കനത്ത പോരാട്ടത്തിലേക്ക് കടക്കുന്നതിനിടയിൽ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് തങ്ങളുടെ ഏറ്റവും പുതിയതും ശക്തവുമായ ആണവോർജ്ജ യുദ്ധക്കപ്പലായ അഡ്മിറൽ നഖീമോവിനെ റഷ്യ വീണ്ടും സർവീസിലേക്ക് ഇറക്കി. വർഷങ്ങളുടെ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് 28,000 ടൺ ഭാരമുള്ള ഈ ഭീമൻ കപ്പൽ റഷ്യ പുറത്തിറക്കിയിരിക്കുന്നത്. റഷ്യ എന്തുകൊണ്ട് യഥാർത്ഥ ഒരു ശക്തിയാണെന്നും ശത്രുക്കൾ മാത്രമല്ല മിത്രങ്ങൾ പോലും എന്തുകൊണ്ട് റഷ്യയെ ഭയപ്പെടുന്നുവെന്നും വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ നീക്കം. ആർട്ടിക് മേഖലയിലും ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ഉയർന്നുവരുന്ന ഈ ഘട്ടത്തിൽ ഈ നവീകരിച്ച യുദ്ധക്കപ്പൽ റഷ്യയുടെ നാവിക ശക്തിയെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നൂതനമായ മിസൈൽ സംവിധാനങ്ങളും അത്യാധുനിക യുദ്ധശേഷികളും കുത്തിനിറച്ചാണ് അഡ്മിറൽ നഖീമോവിനെ റഷ്യ സജ്ജമാക്കിയിരിക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന ഈ ആണവ ഭീമന്റെ വരവ് അന്താരാഷ്ട്ര നാവികരംഗത്ത് വലിയൊരു ശക്തി പ്രകടനം കൂടിയാണ്. യുദ്ധരംഗത്ത് റഷ്യയുടെ ആധിപത്യം എന്തുകൊണ്ട് അനിഷേധ്യമായി തുടരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവ് കൂടിയാണിത്. സാധാരണക്കാർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലുള്ള ഈ പ്രതിരോധ മുന്നേറ്റങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആധുനിക യുദ്ധമുറകളിലെ എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ പാകത്തിലാണ് ഈ കപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും പതിയുന്ന ഒരു നിർണായക നാഴികക്കല്ലായി ഈ ആണവ കപ്പലിന്റെ തിരിച്ചുവരവ് മാറുമെന്നുറപ്പാണ്. അഡ്മിറൽ നഖീമോവ് ഒരു സാധാരണ ക്രൂസർ മാത്രമല്ല. ആണവശക്തി, ഹൈപ്പർസോണിക് മിസൈലുകൾ, ശക്തമായ വ്യോമ പ്രതിരോധം, ദീർഘദൂര ആക്രമണശേഷി എന്നിവയുടെ സംയോജനത്തോടെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഉപരിതല യുദ്ധക്കപ്പലുകളെ ഒന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. റഷ്യൻ നാവികസേനയുടെ അഭിമാനമായി കണക്കാക്കപ്പെടുന്ന അഡ്മിറൽ നഖീമോവ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഉപരിതല യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ്. സോവിയറ്റ് കാലഘട്ടത്തിൽ നിർമ്മിച്ച ക്യുറോവ് ക്ലാസ് ആണവശക്തിയിൽ പ്രവർത്തിക്കുന്ന ഹെവി മിസൈൽ ക്രൂസറായ ഈ യുദ്ധക്കപ്പൽ വർഷങ്ങളായുള്ള സമഗ്ര നവീകരണത്തിനു ശേഷം കൂടുതൽ ആധുനികവും മാരകവുമായ യുദ്ധശേഷി കൈവരിച്ചിരിക്കുകയാണ്. ആണവ റിയാക്ടറുകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നതിനാൽ ഇന്ധനം നിറയ്ക്കാതെ ദീർഘകാലം സമുദ്രത്തിൽ വിന്യസിക്കാനാകുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. അതിനാൽ ലോകത്തിന്റെ ഏത് സമുദ്രമേഖലയിലും ദീർഘകാല സാന്നിധ്യം ഉറപ്പാക്കാൻ ഈ കപ്പലിന് കഴിയും. അഡ്മിറൽ നഖീമോവിന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ ആയുധ ശേഖരമാണ്. അതിവേഗത്തിൽ ലക്ഷ്യത്തിലെത്തുന്ന സിർക്കോൺ ഹൈപ്പർസോണിക് മിസൈലുകൾ, ദീർഘദൂര ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്ന കലിബർ ക്രൂയിസ് മിസൈലുകൾ, കപ്പലുകളെ ലക്ഷ്യമിടുന്ന ഒനിക്സ് സൂപ്പർസോണിക് മിസൈലുകൾ എന്നിവ വഹിക്കാൻ ഈ യുദ്ധക്കപ്പലിന് കഴിയും. കരയിലും കടലിലെയും ലക്ഷ്യങ്ങളെ ഒരുപോലെ കൃത്യതയോടെ ആക്രമിക്കാൻ കഴിയുന്നതിനാൽ ബഹുമുഖ ആക്രമണശേഷിയുള്ള പ്ലാറ്റ്ഫോമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. ആക്രമണശേഷിക്കൊപ്പം ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളും അഡ്മിറൽ നഖീമോവിന്റെ പ്രത്യേകതയാണ്. ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അത്യാധുനിക റഡാറുകൾ, സോണാറുകൾ, ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ എന്നിവ ശത്രുവിന്റെ വിമാനങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയെ നേരിടാൻ സഹായിക്കുന്നു. സമുദ്രത്തിലെ ആധിപത്യം ഉറപ്പാക്കുക, ശത്രു രാജ്യങ്ങളുടെ നാവികസേനയെ തടയുക, ദൂരപ്രദേശങ്ങളിലെ സൈനിക ദൗത്യങ്ങൾക്ക് പിന്തുണ നൽകുക തുടങ്ങിയ നിരവധി ചുമതലകൾ ഒരേ സമയം നിർവഹിക്കാൻ ഈ യുദ്ധക്കപ്പലിന് കഴിയും. ഈ എല്ലാ സവിശേഷതകളും ചേർന്നാണ് അഡ്മിറൽ നഖീമോവിനെ റഷ്യയുടെ സമുദ്ര സൈനിക ശക്തിയുടെ പ്രതീകമാക്കി മാറ്റുന്നത്. ഹൈപ്പർസോണിക് മിസൈലുകൾ, ആണവ പ്രൊപ്പൽഷൻ, ബഹുമുഖ ആക്രമണ പ്രതിരോധ ശേഷി, അത്യാധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങൾ എന്നിവയുടെ സംയോജനത്തോടെ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഉപരിതല യുദ്ധക്കപ്പലുകളിൽ ഒന്നെന്ന വിശേഷണം ഈ കപ്പൽ സ്വന്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.